ഗുഡ് മോർണിംഗ് ഓൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അവസാനത്തെ വർക്കാണ്. DCP ലാബിൽ നാം ചെയ്യേണ്ട അവസാനത്തെ വർക്ക് റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ. ഈ രണ്ട് സർക്യൂട്ടുകളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എയിം തന്നിരിക്കുന്നത് ടു സെറ്റപ്പ് റിംഗ് കൗണ്ടർ ആൻഡ് ജോൺസൺ കൗണ്ടർ and verify their truth table using IC 7476. IC 7476 ഉപയോഗിച്ചിട്ട് ജോൺസൺ കൗണ്ടറും റിംഗ് കൗണ്ടറും സെറ്റപ്പ് ചെയ്യുക, അതിനെക്കുറിച്ച് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ IC 7476 എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതേ IC ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ആവശ്യമായ കമ്പോണൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ആണ്. നെക്സ്റ്റ് IC 7476 2 നമ്പേഴ്സ് വേണം. ട്രെയിനർ കിറ്റ് ആൻഡ് കണക്റ്റിംഗ് വയേഴ്സ്. അപ്പോൾ ഇവിടെ 7476 എന്ന് പറയുമ്പോൾ എന്ന നമ്പറിലുള്ള രണ്ട് ICകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ട്രെയിനർ കിറ്റും ബാക്കി കണക്റ്റിംഗ് വയേഴ്സും. ഇവിടെ തിയറിയാണ് നെക്സ്റ്റ്. അപ്പോൾ എന്താണ് റിംഗ് കൗണ്ടർ, അതുപോലെ ജോൺസൺ കൗണ്ടർ എന്നീ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തിൽ ഈ റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞാലും ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞാലും ബേസിക്കലി അവ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ്. അപ്പോൾ ഈ റിംഗ് കൗണ്ടർ എന്നും ജോൺസൺ കൗണ്ടർ എന്നും പേര് വരാൻ കാരണം അവ പ്രത്യേക സീക്വൻസിലുള്ള ഔട്ട്പുട്ടാണ് തരുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അതിൻ്റെ ആ സീക്വൻസ് അനുസരിച്ച് അതിന് റിംഗ് കൗണ്ടർ എന്നും ജോൺസൺ കൗണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബേസിക്കലി ഇവ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ്. ഇനി എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് നിങ്ങൾക്കറിയാം. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ചാണ് രജിസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഇനീഷ്യലായിട്ടുള്ള ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അടുത്ത കണ്ടീഷനിൽ, അടുത്ത ക്ലോക്ക് പൾസ് ആക്റ്റീവ് ആകുമ്പോൾ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ, ആ രീതിയിൽ ഔട്ട്പുട്ട് തരുന്ന പ്രത്യേക സീക്വൻസിൽ ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടുകളാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഈ ഷിഫ്റ്റ് രജിസ്റ്ററിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതും ഔട്ട്പുട്ട് കൊടുക്കുന്നതും സീരിയലായിട്ടും പാരലലായിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും കണ്ടീഷൻ അനുസരിച്ച് അതിന് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, അതുപോലെ സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് 4 രീതിയിൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞാലും ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞാലും ബേസിക്കലി അവ ഷിഫ്റ്റ് രജിസ്റ്ററാണ്. അപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കണ്ടീഷൻ അതിൻ്റെ ഔട്ട്പുട്ട് തുടർന്ന് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഈ സർക്യൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റിംഗ് കൗണ്ടർ എന്താണെന്ന് നോക്കാം. റിംഗ് കൗണ്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും Q ഡാഷ് എന്നീ ഔട്ട്പുട്ടുകളെ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ J K എന്നീ ഇൻപുട്ടുകളിലേക്ക് കണക്റ്റ് ചെയ്ത രൂപത്തിൽ ചെയ്യുന്ന സർക്യൂട്ടുകളാണ് റിംഗ് കൗണ്ടർ. തുടർന്ന് വരുന്ന ഇതിൻ്റെ സർക്യൂട്ടിൽ നമുക്കത് കാണാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q എന്ന ഔട്ട്പുട്ടിൽ നിന്ന് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കൊടുത്തിരിക്കും. അതുപോലെ Q ഡാഷിൽ നിന്ന് Kയിലേക്കും ഫീഡ്ബാക്ക് കൊടുത്തിരിക്കും. ഈ രീതിയിൽ ചെയ്തിട്ട് പ്രത്യേക സീക്വൻസിൽ ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടുകളാണ് റിംഗ് കൗണ്ടർ. ഇനി ജോൺസൺ കൗണ്ടർ ആണെങ്കിൽ അത് ഒരു തരം റിംഗ് കൗണ്ടർ തന്നെയാണ്. അതിന് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയും. ഇവിടെ ഈ രീതിയിൽ തന്നെ Q ഡാഷ് എന്നിവ J K എന്നീ ഇൻപുട്ടുകളിലേക്ക് കൊടുത്തിരിക്കും. പക്ഷേ അവസാന കണ്ടീഷനായ അവസാന ഫ്ലിപ്പ് ഫ്ലോപ്പായ അതിൻ്റെ ക്യൂവിൽ നിന്ന്
ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കെയിലേക്കും, കഴിഞ്ഞ പ്രാവശ്യം അത് ജെയിലേക്കായിരുന്നു, ഇവിടെ കെയിലേക്കാണ് കൊടുത്തിരിക്കുക. അതുപോലെ അതിൻ്റെ ക്യൂ ഡാഷിൽ നിന്ന് ജെയിലേക്കും കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ജോൺസൺ കൗണ്ടർ. അപ്പോൾ രണ്ടിൻ്റെയും സർക്യൂട്ടുകൾ തുടർന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് കാണിക്കുമ്പോൾ അത് ബോധ്യമാവും. ഇതാണ് റിംഗ് കൗണ്ടറിൻ്റെ സർക്യൂട്ട്. ഇത് ഡീറ്റെയിൽഡായിട്ട് ഇനി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവാണ്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ജോൺസൺ കൗണ്ടറാണ്. അതിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുകയാണ്. ആദ്യം റിംഗ് കൗണ്ടറാണ്. അപ്പോൾ നാം ഓൾറെഡി പറഞ്ഞു, ഇത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് അടുത്തതിൻ്റെ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക. ആ രീതിയിൽ ക്യൂവിൽ നിന്ന് ജെയിലേക്ക് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ക്യൂ ഡാഷിൽ നിന്ന് കെയിലേക്കാണ്. ഫൈനലായിട്ട് ഫൈനൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂവിൽ നിന്ന് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയിലേക്ക് ഫീഡ്ബാക്ക് കണക്ഷൻ. അതുപോലെ ക്യൂ ഡാഷിൽ നിന്ന് കെയിലേക്ക് ഫീഡ്ബാക്ക് കണക്ഷൻ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് സിങ്ക്രണസ് സർക്യൂട്ടുകളാണ്, സിങ്ക്രണസ് കൗണ്ടേഴ്സാണ്. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലോക്കുകളെല്ലാം ഒരുമിച്ചാണ്, ഒരേ സമയമാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എത്തുക. ഒരേ സമയം ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് അവ എത്തുന്ന രൂപത്തിലാണ് ക്ലോക്കുകൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിങ്ക്രണസ് കൗണ്ടർ സീരീസിൽപ്പെട്ട കൗണ്ടറാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകളുള്ളത്. FF0, ഫ്ലിപ്പ് ഫ്ലോപ്പ് 0, FF1, FF2, FF3. ഇവിടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് ഈ രൂപത്തിലാണ്. ക്യൂവിൽ നിന്ന് Q0, Q1, Q2, Q3 എന്നീ രൂപത്തിൽ. ഇനി ഇത് ശരിക്കും 2 ICകളാണ്. 7476 എന്ന ഹാഫ് 7476. ഇപ്പോൾ 2 ഹാഫുകൾ ഒരൊറ്റ IC കൊണ്ട് ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത IC കൊണ്ട് ഈ 2 ഭാഗങ്ങൾ, കാരണം ഹാഫ് 776, ഹാഫ് 7476. അതിൻ്റെ ഓരോന്നിൻ്റെയും പിൻ ഡയഗ്രം, ഈ ICയുടെ പിൻ ഡയഗ്രം കഴിഞ്ഞ വർക്കിൽ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പിൻ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പ്രീസെറ്റ് ക്ലിയർ എന്നീ 2 ഇൻപുട്ടുകളുണ്ട് അതിന്. അപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീസെറ്റ് ഗ്രൗണ്ട് കണ്ടീഷനിലും ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും പ്രീസെറ്റ് ഒരുമിച്ച് +5 വോൾട്ടിലേക്കും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയർ +5ലേക്കും ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലിയർ ഗ്രൗണ്ടിലേക്കും കൊടുത്തിരിക്കുന്നു ഒരുമിച്ച്. ഇതിങ്ങനെ കൊടുത്തത് ആദ്യത്തെ കണ്ടീഷനിൽ ക്ലോക്ക് 1 വരുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 1 ലഭിക്കുന്ന രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്ത കണ്ടീഷനാണ് ഇത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ ഇവിടെ 1 എന്നുള്ള കണ്ടീഷൻ വരുന്നു. സ്വാഭാവികമായിട്ടും Q1 ആയതുകൊണ്ട് Q'0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 ആണ്. ആ സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം 0, 0, 0 എന്നുള്ള കണ്ടീഷനാണ് ഉണ്ടാവുക. അതുതന്നെയാണ് ഈ ട്രൂത്ത് ടേബിൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ Q0 മാത്രം 1 ആണ്. Q0 1 ആണ്. ആ സമയത്ത് ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കും. അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. Q0 1, 0, 0, 0. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ ഇത് ഷിഫ്റ്റ് രജിസ്റ്റർ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കണ്ടീഷൻ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന 1, ആ 1 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ 0 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ 0 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന 0 ഇവിടേക്കും ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ 0 ആവും. ആ കണ്ടീഷനാണ് കാണിച്ചിട്ടുള്ളത്. 0, 1, 0, 0.
ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ആകുമ്പോൾ വീണ്ടും ആദ്യം നമുക്ക് 1ൻ്റെ അവിടെ നിന്ന് നോക്കാം. ഇവിടെയുള്ള 1 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ 0 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്ന 0 സ്റ്റാർട്ടിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന 0 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. 0 0 1 0 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നു. ഇനി അടുത്ത പൾസ് വരുമ്പോൾ നോക്കാം, ഈ 1 ആണ്, ഈ 1 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതേസമയം ഇവിടെ ഉണ്ടായിരുന്ന ഈ 0 ഇവിടേക്ക് ഈ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ 0 ഇവിടെ ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 0 0 0 1 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ സീക്വൻസിലെ ഔട്ട്പുട്ട് ലഭിക്കുന്ന സർക്യൂട്ടുകളാണ് റിംഗ് കൗണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫീഡ്ബാക്ക് സർക്യൂട്ട് പരസ്പരം മാറാൻ പാടില്ല. പിന്നെ അതുപോലെ ഇവിടെ ഇതൊരു സിങ്ക്രണസ് കൗണ്ടറാണ്, ഒരേ സമയമാണ് ക്ലോക്ക് പൾസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് പൾസ് എത്തുന്നതാണ്. ഇനി നെക്സ്റ്റ് ജോൺസൺ കൗണ്ടറാണ്. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സർക്യൂട്ട് അതുപോലെ ട്രൂത്ത് ടേബിള്. ഇവിടെയും നേരത്തെ പോലെ തന്നെ 7476 എന്ന 4 ഹാഫ് ICകൾ അഥവാ 2 ICകൾ, ഇവിടെ ഒരു ICയും ഇവിടെ ഒരു ICയും ഉപയോഗിക്കുന്നു. പിൻ നമ്പറൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്, സെയിം ആണ്, മാറ്റല്ല. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സർക്യൂട്ടിൽ മാറ്റമുള്ളത് ഇവിടുത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ Q' നിന്നാണ് Jയിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ Qവിൽ നിന്നാണ് Kയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതേ പ്രകാരം ഇവിടെ ഒരേ സമയമാണ് പ്രീസെറ്റും അതുപോലെ ക്ലിയറും കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരേ സമയം ഇവിടെ +5ലേക്കും അതുപോലെ ഇവിടെ ഗ്രൗണ്ടിലേക്കും സെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഇതും സിങ്ക്രണസ് കൗണ്ടർ തന്നെയാണ്. ക്ലോക്ക് എല്ലാം ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് പൾസ് ലഭിക്കുന്നു. അതുപോലെ Qൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് Jൻ്റെ ഇൻപുട്ടായിട്ട്, ആ രീതിയിൽ തന്നെയാണ്. ഇവിടെ നിന്നും മാറ്റല്ല, ഔട്ട്പുട്ട് എടുക്കുന്നതും മാറ്റല്ല. ഇവിടെ ആകെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് അവസാന ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് എടുക്കുന്ന ഫീഡ്ബാക്ക് അവ പരസ്പരം മാറ്റിയിരിക്കും. അതുപോലെ പ്രീസെറ്റും ക്ലിയറും എന്നീ 2 ഇൻപുട്ടുകൾ ഒരുമിച്ചായിരിക്കും, എല്ലാം ഒരേ രീതിയിലായിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കൊടുത്തിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് വ്യത്യാസമുള്ളത്. ഇനി ഇവിടെ ആദ്യത്തെ പൾസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം 0 ആണ്, ഔട്ട്പുട്ട് 0 എന്ന കണ്ടീഷൻ ലഭിക്കുന്നു, എല്ലാം 0 ആണ്. അതുകൊണ്ട് Q0 Q1 Q2 Q3 എല്ലാം 0 എന്നുള്ള രീതിയിൽ ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ Q എന്നതാണ് 0. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും Q' 1 ആയിരിക്കും, എല്ലാം 1 ആയിരിക്കും. പക്ഷേ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് Qവിൽ നിന്നായതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 0 എന്നുള്ള കണ്ടീഷൻ തന്നെ ലഭിക്കുന്നു. ഇനി നെക്സ്റ്റ് പൾസ് വരുമ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 1 0 0 0 എന്നുള്ള കണ്ടീഷനാണ് അവിടെ ലഭിക്കുന്നത്. അഥവാ ഇവിടെ ഇതും ഷിഫ്റ്റ് ഫേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിലവിൽ 0 എന്നുള്ള കണ്ടീഷനും Q' 1 ആണല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത ഫീഡ്ബാക്കിൽ നോക്കുമ്പോൾ ഇവിടെ ഈ 1 ആണ് ഇതിലേക്ക് അടുത്ത ഇൻപുട്ടായി പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത കണ്ടീഷനിൽ അത് ഇവിടുത്തെ ഔട്ട്പുട്ട് ഇവിടെ 1 ആയി മാറുന്നു. 1 0 0 0 എന്നുള്ള രീതിയിൽ വരുന്നു. കാരണം ഈ Q' ഔട്ട്പുട്ടാണ്, Q' ഇവിടെ സ്വാഭാവിക 0 ആയതുകൊണ്ട് ഇവിടെ 1 ആവുമല്ലോ, ആ 1 ആണ് ഇങ്ങോട്ട് ഇൻപുട്ടായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1 വരുന്നു, ബാക്കിയെല്ലാം 0 തന്നെയാണ്. അതാണ് കാണിച്ചിട്ടുള്ളത്. ഈ നെക്സ്റ്റിൽ വീണ്ടും അടുത്ത ക്ലോക്ക് വരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും 0 തന്നെയാണ്.
ആ 0 തന്നെയാണ് വീണ്ടും ഇങ്ങോട്ട്, ഇവിടെ 0 ആണ്, സ്വാഭാവികമായിട്ടും ഇത് 0 ആയതുകൊണ്ട് ഇത് 1 തന്നെയാണ്. ആ 1 തന്നെയാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ വീണ്ടും 1 ആയിട്ട് റിമെയിൻ ചെയ്യുന്നു. അതേസമയം ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന 1 ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, 1 ആയി മാറി. ബാക്കി രണ്ടും 0 എന്നുള്ള കണ്ടീഷനിൽ ലഭിക്കുന്നു. അപ്പോൾ നിലവിൽ 1 1 0 0 എന്നായി മാറി. ഇനി നെക്സ്റ്റ് അടുത്ത പൾസ് വരുമ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ 1 തന്നെയാണല്ലോ. ആ 1 വീണ്ടും ഇവിടേക്ക് വരുന്നത് കൊണ്ട് ഇവിടെ 1 തന്നെ ആയിട്ട് റിമെയിൻ ചെയ്യുന്നു. അതേസമയം ഇവിടെയുള്ള 1 കൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അവിടെയും 1 തന്നെയാണ്. ഇവിടെയുള്ള 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെയും 1 ആവുന്നു. അവസാന കണ്ടീഷൻ അത് 0 ആയിട്ട് മാറുന്നു. 0 ആയതുകൊണ്ട് Q ആണ് 0, Q' 1 തന്നെയാണ്. അടുത്ത കണ്ടീഷനിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടായിരുന്ന 1 ഈ 1 വീണ്ടും ഇങ്ങോട്ട് തന്നെ എത്തുന്നു. അങ്ങനെ ഈ കണ്ടീഷൻ ലഭിക്കുന്നു. നെക്സ്റ്റിൽ ഇവിടെ 1 ആവുമ്പോൾ, ഇവിടെ 1 അവസാനം 1 ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ 0 ആയിരിക്കും. ആ 0 ആണ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എത്തുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് 0 1 1 എന്നുള്ള കണ്ടീഷൻ. നെക്സ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0 0 1 1 എന്ന കണ്ടീഷൻ. അവസാനം 0 0 0 1 എന്ന കണ്ടീഷൻ. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്ററാണ്. ആ ഷിഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ആ ഷിഫ്റ്റ് രജിസ്റ്റർ, ആ ഷിഫ്റ്റ് എന്ന കണ്ടീഷനും അതുപോലെ ആ ഫീഡ്ബാക്കിൻ്റെ രീതിയും അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ ഔട്ട്പുട്ടിൻ്റെ സീക്വൻസ് അനുസരിച്ചാണ് ഇതിന് പേര്. റിങ് അതുപോലെ ജോൺസൺ എന്നീ 2 പേരിൽ. ജോൺസൺ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടറാണ്. ആ റിംഗ് കൗണ്ടറിനെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് ജോൺസൺ കൗണ്ടർ.